നിങ്ങൾ റെഡ് ബുളിന്റെ ഇൻസ്റ്റഗ്രാം പേജ് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രോഡക്റ്റുകൾ കാണാൻ പറ്റില്ല. അവിടെ കുറേ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്, കുറേ പ്രോഡക്റ്റിലേക്ക് ഡ്രൈവ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ആൻഡ് അതെങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നുള്ളത്, ആൻഡ് ബ്രാൻഡിങ് എത്രത്തോളം റെഡ് ബുളിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ നിങ്ങളെ ബ്രാൻഡിലേക്ക് എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹായ് ഓൾ, വെൽക്കം ടു ഹാക്ക ഡിസൈൻ. ബ്രാൻഡിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, ആൻഡ് അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് പാർട്ട് ബ്രാൻഡ് വിഷ്വൽ ഐഡൻറ്റിറ്റി. അവിടെ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ലോഗോ എത്രത്തോളം ബ്രാൻഡിന് ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ബ്രാൻഡിനെ മെമ്മറബിൾ ആക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അതേപോലെ തന്നെ ഒരു ബ്രാൻഡിനെ നമ്മൾ ആലോചിക്കുന്ന സമയത്ത് ഫസ്റ്റ് വരുന്നുണ്ടാവുക ലോഗോ ആയിരിക്കും. അവരുടെ സർവീസോ കാര്യങ്ങളോ അതിന് മുമ്പ് നമുക്ക് വരുന്നുണ്ടാവുക ലോഗോ ആയിരിക്കും. ഈ ലോഗോ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ആൻഡ് ഇതിന് നമുക്ക് ഒരു ലോഗോയിലേക്ക് വേണ്ടത് കുറേ സ്റ്റോറിയാണോ അതല്ല അതിൻ്റെ വിഷ്വൽ ബാലൻസ് ആണോ എന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കും കൂടുതൽ ഡിസൈനേഴ്സിന് ഉണ്ടാവുക. ആൻഡ് നമ്മൾ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്രാൻഡിന് സ്റ്റോറി എന്തിനാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. റീസെൻ്റ്ലി നമ്മളൊരു ബ്രാൻഡിങ് പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫേസ് വേൾഡ് ലീഡർഷിപ്പ് സ്കൂൾ. ആ ലോഗോയിൽ നമ്മൾ ഭയങ്കര ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു സ്റ്റോറി വെച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ആ ലോഗോ ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ആ സ്റ്റോറി ഒന്നും മനസ്സിലാവണമെന്നില്ല. അങ്ങനെ മനസ്സിലാവാനും വേണ്ടിയിട്ടല്ല അത് ചെയ്തത്. ആക്ച്വലി ആ ബ്രാൻഡിൻ്റെ ഓണേഴ്സിന് അല്ലെങ്കിൽ നമ്മളെ വിഷന് അലൈൻ ആവുന്ന രൂപത്തിൽ ആ ഷേപ്പിലൊരു സ്റ്റോറി ഉണ്ട്. പക്ഷേ അതങ്ങനെ ഡിഫൈൻ ചെയ്ത് കാണിക്കണം എന്നുള്ള നിർബന്ധമില്ല. പക്ഷേ ആ ലോഗോ കണ്ടു കഴിഞ്ഞാൽ വെരി സിമ്പിളാണ്, വെരി മെമ്മറബിൾ ആണ്, വെരി വേഴ്സിറ്റൈൽ ആണ്. ഈ കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ ലോഗോയിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. ഒരു വിഷൻ ഓപ്പൺ ചെയ്യുന്ന അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ ചെയ്യുന്ന ഒരു ഡോറാണ് ആക്ച്വലി നമ്മൾ ആ ലോഗോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതേപോലെ തന്നെ നമ്മളൊരു പെന്നിൽ ആ ലോഗോ വെക്കുകയാണെന്നുണ്ടെങ്കിലും, അതല്ലാന്നുണ്ടെങ്കിൽ വലിയൊരു ഹോർഡിങ്ങിൽ വെക്കുകയാണെന്നുണ്ടെങ്കിലും, ഡിജിറ്റൽ വെക്കുകയാണെന്നുണ്ടെങ്കിലും, പ്രിൻറ്റ് മെറ്റീരിയൽ വെക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ലോഗോ ആപ്ലിക്കബിൾ ആണ്. അതായിരുന്നു നമ്മൾ കൂടുതലും ഈ ലോഗോൻ്റെ മേലെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇതേപോലെ തന്നെ ബ്രാൻഡിൻ്റെ കളേഴ്സും ടൈപ്പോഗ്രഫിയും നമ്മൾ നോക്കേണ്ടത് മറ്റ് ബ്രാൻഡുകളിൽ നിന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആക്ച്വലി നമ്മളെ ബ്രാൻഡിൻ്റെ കളേഴ്സ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ മോസ്റ്റ് ഓഫ് ഡിസൈനേഴ്സ് ചെയ്യുന്ന ഒരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇമോഷനായിട്ട് കണക്ട് ചെയ്യാൻ നോക്കും. യെല്ലോ കളേഴ്സ് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പിനെസ് ആവണം, ബ്ലൂ കളർ കണ്ടു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡ് ഫീൽ ചെയ്യണം എന്നുള്ളതും, ആൻഡ് റെഡ് കണ്ടു കഴിഞ്ഞാൽ ലവ് അല്ലെങ്കിൽ ആംഗ്രി, ഇങ്ങനത്തെ ഒരു ഇമോഷനാണ് കൺവേ ചെയ്യാൻ നോക്കുന്നത്. ശരിക്കും കളേഴ്സിന് ഭയങ്കര വലിയൊരു പാർട്ടുണ്ട് ബ്രാൻഡിൻ്റെ അതിൽ. പക്ഷേ അതേപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് നമ്മളെ കൺസേൺ ആയിട്ട് വെക്കേണ്ടത് മാർക്കറ്റിൽ എങ്ങനെ കളേഴ്സ് ഡിഫറെൻ്റ് ആയിട്ട് നിർത്തുന്നുണ്ട്. ആൻഡ് ഇപ്പോൾ സ്വിഗ്ഗി, സൊമാറ്റോ ഉണ്ട്, അവരുടെ ഇടയിൽ നമുക്ക് ഓറഞ്ചോ റെഡോ കൊണ്ടുപോകാൻ പറ്റില്ല. അവിടുന്ന് നമ്മൾ എങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കും. അതേപോലെ തന്നെ ഇപ്പോൾ കുറേ ബ്രാൻഡുകൾ ഈ പെർസ്പെക്റ്റീവ് മാറ്റിയിട്ടുണ്ട്. ബൈജൂസിൻ്റെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബൈജൂസ് ഒരു എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമാണ്. അവർ യൂസ് ചെയ്തിട്ടുള്ളത് പർപ്പിളാണ്. അപ്പോൾ ഈ പർപ്പിള് ആൾക്കാർക്ക് ഇപ്പോൾ എൻ്റെ മൈൻഡിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് എനിക്ക് ആ പർപ്പിളും കൂടി വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ ബ്രാൻഡിനെ കൊണ്ട് ഈ ഇമോഷൻസിന് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസും കൊണ്ടുവരാൻ പറ്റും. ആൻഡ് ഈ കളേഴ്സ് എടുക്കുന്ന സമയത്ത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഒരു ബ്രാൻഡിൻ്റെ കളേഴ്സ് പ്രിൻറ്റ് മെറ്റീരിയൽ ആവുന്ന സമയത്തോ അല്ലെങ്കിൽ ഡിജിറ്റൽ മെറ്റീരിയൽ ആവുന്ന സമയത്തോ അത് അപ്ലിക്കബിൾ ആണ് എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡ്, നമ്മൾ ടൈപ്പോഗ്രഫി ആക്ച്വലി എസ്തെറ്റിക് ബ്യൂട്ടീൻ്റെ അപ്പുറത്തോട്ടേക്ക് റീഡബിലിറ്റി ആണ് നമ്മൾ കൂടുതലും കൺസേൺ ആയിട്ട് വെക്കുന്നുണ്ടാവുക. ഒരു ഫോണ്ട്, ആ ഫോണ്ടിൻ്റെ ബിഹേവിയറിൽ കൊണ്ടുവരുന്ന ചില കാര്യങ്ങൾ ആ ബ്രാൻഡിൻ്റെ വിഷനോ അല്ലെങ്കിൽ ആ ബ്രാൻഡിൻ്റെ ബോൾഡ്നെസ്സോ കാര്യങ്ങളോ പറയാൻ ഈസി ആക്കുന്നത് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അത് നമ്മളെ ബ്രാൻഡിൻ്റെ പേഴ്സണാലിറ്റിക്ക് അനുസരിച്ചിട്ട് നമ്മൾ ഫോണ്ട് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വേ. ആൾക്കാർ തീരെ അവെയർ അല്ലാത്ത ഒരു പോയിന്റ് ഉണ്ട്, ബ്രാൻഡ് പേഴ്സണാലിറ്റി ആൻഡ് വോയിസ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹ്യൂമൺ ആയിട്ടൊരു കൺസിഡർ ചെയ്യാം, ഒരു ഹ്യൂമനെ പോലെ കൺസിഡർ ചെയ്യാം. നമ്മളൊക്കെ നമ്മളെ പേഴ്സണാലിറ്റീനെ മേലെ ഭയങ്കര കൺസേൺഡ് ആണ് അല്ലേ. നമ്മളെ ആൾക്കാർ എങ്ങനെ കാണണം, ഏത് രീതിക്ക് സ്മെല്ല് ചെയ്യണം, ആൾക്കാരെങ്ങനെയാണ് നമ്മുടെ അടുത്ത് സംസാരിക്കേണ്ടത്, ഞാൻ എങ്ങനെയാണ് മറ്റേ ആളുടെ സംസാരിക്കേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഭയങ്കര കൺസേൺ ആണ്. അതേപോലെ തന്നെയാണ് ഒരു ബ്രാൻഡിൻ്റെ ബ്രാൻഡ് പേഴ്സണാലിറ്റിയും വോയിസും വരുന്നത്. ബ്രാൻഡ് പേഴ്സണാലിറ്റിയും വോയിസും എങ്ങനെയായിരിക്കും നമ്മൾ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ആൾക്കാരുടെ അടുത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി എങ്ങനെയായിരിക്കും, ഇതിനെ കുറിച്ചിട്ടൊക്കെയാണ് ബ്രാൻഡ് പേഴ്സണാലിറ്റിയിലും വോയിസിലും നമുക്ക് പറയാനുള്ളത്. നമുക്ക് ഈ ബ്രാൻഡ് പേഴ്സണാലിറ്റി ഇമേജസ് ത്രൂ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നുള്ള കോണ്ടന്റിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും.
നമ്മൾ യൂസ് ചെയ്യുന്നുള്ള നമ്മളെ മോഡൽസിനെ വെച്ചിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ വിഷ്വൽ മൊത്തം ലൈക്ക് ഈ പറഞ്ഞ പോലെ കളേഴ്സും ലോഗോവും ഇതിലൊക്കെ നമ്മളെ പേഴ്സണാലിറ്റി എന്താണെന്നുള്ളതും നമ്മൾ സർവീസിലൂടെയും ഇങ്ങനെ ലൈക്ക് എന്താ പറയുക ഭയങ്കര വാസ്റ്റായിട്ട് കിടക്കുന്ന ഒരു ഏരിയ ആണ് ഒരു ബ്രാൻഡ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് വോയിസ് ടോൺ എന്നൊക്കെ പറയുന്നുള്ളത്. ഈ ഒരു ഏരിയയിൽ വരുന്ന സമയത്ത് ഇപ്പോൾ സാറാൻ്റെ ഒക്കെ ഫോട്ടോസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ആ ബ്രാൻഡ് എന്താണ് എന്നുള്ളത് ആ ഫോട്ടോസ് ത്രൂ തന്നെ നമുക്ക് കമ്മ്യൂണിക്കേറ്റഡ് ആവുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചില ഡിസൈൻസ്, ചില പാക്കേജ്, ചില എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് ബ്രാൻഡ് എന്താണ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ബ്രാൻഡ് പേഴ്സണാലിറ്റിയാണ് ഒരു ബ്രാൻഡിനെ കസ്റ്റമറിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഒരു കസ്റ്റമർ ഒരു ബ്രാൻഡിനെ അഡ്മയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ബ്രാൻഡ് ഞാനുമായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ട് എന്നുള്ളൊരു തോട്ട് വരുത്തിക്കുന്നിടത്താണ് ആക്ച്വലി ഒരു ബ്രാൻഡ് പേഴ്സണാലിറ്റി വിൻ ആവുന്നത്. പേഴ്സണാലിറ്റിയും വോയിസും പോലെ തന്നെയാണ് ബ്രാൻഡ് എക്സ്പീരിയൻസ്. ഒരു കസ്റ്റമറിന് കൊടുക്കുന്ന എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത്. റീസെൻ്റ്ലി ഡെല്ലി ലാബ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് കസ്റ്റമറിന് കൊടുക്കുന്ന കുറച്ച് എക്സ്പീരിയൻസിനെ കുറിച്ച് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ അവർ സ്റ്റിക്കേഴ്സ് കൊടുക്കുന്നുണ്ട്, ഭയങ്കര പേഴ്സണലൈസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്ന കുറച്ച് എലമെൻറ്റുകൾ ആ ബ്രാൻഡിൻ്റെ പാക്കേജിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി കാണുന്ന ഒരാൾക്ക് ആ ബ്രാൻഡിനെ നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്ന പോലെയാണ് ഫീൽ ചെയ്യുക. അത് നമ്മളിപ്പോൾ ഐഫോണിലൊക്കെ കാണുന്ന പോലെ തന്നെ ഹായ് അബു നബാൻ എന്ന് പറഞ്ഞിട്ട് ഐഫോണിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഭയങ്കര പേഴ്സണലൈസ്ഡ് ആയിട്ടാണ് ഐഫോൺ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ സർവീസിലൂടെ നമുക്ക് ആ ഒരു ലൈക്ക് പേഴ്സണലൈസ്ഡ് എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റിൽ എന്തോ ഒരു കൂടുതൽ എലമെൻറ്റ് അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി കൊണ്ട് നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ പറ്റുന്നുണ്ടാവും. നമ്മൾ ഒരു 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ സ്റ്റാഫൊക്കെ നമ്മളെടുത്ത് ബിഹേവ് ചെയ്യുന്നതും അവിടുത്തെ സ്റ്റാഫ് നമ്മളെടുത്ത് വന്ന് സംസാരിക്കുന്നതൊക്കെ നമുക്ക് ഭയങ്കര ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ടാണ് തോന്നുന്നത്. അതേപോലെ തന്നെ എല്ലാ സർവീസ് ബേസ്ഡ് ആവട്ടെ, പ്രോഡക്റ്റ് ബേസ്ഡ് ആവട്ടെ, എന്ത് പ്രോഡക്റ്റിലും ഏത് ബ്രാൻഡിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് നല്ലൊരു എക്സ്പീരിയൻസ്. ചിലപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ സംസാരിക്കുന്ന ബിഹേവിയർ ആയിരിക്കാം, അവിടുത്തെ സ്റ്റാഫ് സംസാരിക്കുന്ന ബിഹേവിയർ ആയിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ആയിരിക്കാം. ഇങ്ങനെ പല രീതിക്കും നമുക്ക് എക്സ്പീരിയൻസ് ആക്ച്വലി കൊടുക്കാൻ പറ്റും. അത് ബ്രാൻഡിനെ എലാബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ബ്രാൻഡിൻ്റെ വിഷൻ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്ന വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബ്രാൻഡിങ് എലമെൻ്റ് ആണ് ബ്രാൻഡ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ബിൽഡിംഗ് ട്രസ്റ്റ് ആൻഡ് കണക്ഷൻ. നമ്മളൊക്കെ ഫാമിലിയിൽ പണ്ടൊക്കെ ദുബായിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്ന സമയത്ത് ഡ്യൂട്ടി ഫ്രീൻ്റെ ഒരു കവർ കിട്ടും, ഒരു ഭയങ്കര ക്വാളിറ്റി ഉള്ള ഒരു വലിയ കവർ കിട്ടും. ഇത് ഫസ്റ്റ് ദുബായിൽ നിന്ന് വന്ന വീട്ടിലുണ്ടാവും, അത് കഴിഞ്ഞ് അടുത്ത വീട്ടിലേക്ക് എത്തും, അടുത്ത നെയ്ബറിൻ്റെ വീട്ടിലേക്ക് എത്തും, അടുത്ത കുടുംബക്കാരുടെ വീട്ടിലേക്ക് എത്തും. ഇത് ഭയങ്കര ലാസ്റ്റിംഗ് ആയി സാധനം. ഇത് ഈ ക്വാളിറ്റി കൊണ്ട് മാത്രം ഇതെല്ലാ വീട്ടിലും സഞ്ചരിക്കുന്നുണ്ട്. ആൻഡ് ഇത് ഇൻറ്റൻഷനലി ചെയ്തതാണോ എന്നറിയില്ല, പക്ഷേ കേരളത്തിൽ എല്ലാ വീട്ടിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കവർ ഉണ്ടാവും, ഈ ഒരു ക്വാളിറ്റി കവർ എന്തായാലും ഉണ്ടാവും. അവർ പല പർപ്പസിന് യൂസ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇതെത്തുന്നത് ആ ഒരു ക്വാളിറ്റി കൊണ്ടാണ്. ആ ബ്രാൻഡ് മലയാളികൾക്ക് ഫെമിലിയറാണ്. മലയാളികൾക്ക് ദുബായിൽ പോയിട്ടൊക്കെ ഡ്യൂട്ടി ഫ്രീ എന്ന് പറയുന്നത് അവരെ സ്വന്തം ബ്രാൻഡ് പോലെയാണ് കാണുന്നുള്ളത്. ആൻഡ് ആ ട്രസ്റ്റും ആ കണക്ഷനും ഉണ്ടായത് ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി കൊണ്ടാണ്. അപ്പോൾ നമ്മൾ സർവീസ് കൊണ്ടോ നമ്മളെ പ്രോഡക്റ്റ് ക്വാളിറ്റി കൊണ്ടോ നമുക്ക് ഒരു ബ്രാൻഡായിട്ടുള്ളൊരു കണക്ഷനോ അല്ലെങ്കിൽ കസ്റ്റമറായിട്ടുള്ളൊരു കണക്ഷനും ട്രസ്റ്റും കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് ഡിസൈൻ ആവട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ഡിസൈൻ സ്റ്റൈൽ ആവട്ടെ, നിങ്ങളെ ബ്രാൻഡിനും വേണ്ടി യൂസ് ചെയ്യുന്നുള്ള അംബാസഡേഴ്സ് ആവട്ടെ, എല്ലാവരും ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ ആൾക്കാർക്ക് ട്രസ്റ്റ് കിട്ടുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ ആൾക്കാർക്ക് കണക്ഷൻ കിട്ടുന്ന രൂപത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ്. ഒരു ബ്രാൻഡിന് വേണ്ടിയിട്ടുള്ള വെരി ബേസിക് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സുകൾ മാത്രമാണ് ഞാൻ ഇപ്പോൾ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഒരു ബ്രാൻഡിങ്ങിന് ആക്ച്വലി ലൈക്ക് ഒരു കാര്യം മാത്രം ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഗ്രേറ്റ് ബ്രാൻഡ് ആവുന്നില്ല. ഇപ്പോൾ ഒരു ആപ്പിളിൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആപ്പിളിൻ്റെ ഡിസൈൻ കൊണ്ട് മാത്രമല്ല അവർ ഗ്രേറ്റ് ബ്രാൻഡായിട്ട് ഇപ്പോൾ നിൽക്കുന്നുള്ളത്. ലൈക്ക് അതിനെ ഹെൽപ്പ് ചെയ്യുന്ന കുറേ എലിമെൻറ്റുകളുണ്ട്. പ്രോഡക്റ്റ് ക്വാളിറ്റി ഉണ്ട്, അവരുടെ സർവീസ് ഉണ്ട്, അതേപോലെ തന്നെ ആ പ്രോഡക്റ്റിൻ്റെ ഡിസൈൻ ഉണ്ട്, പുറത്ത് ആൾക്കാർ കാണുന്ന പെർസ്പെക്റ്റീവ് ഉണ്ട്. ഇതൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഒരു ബ്രാൻഡ് കംപ്ലീറ്റഡ് ആവുക. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആപ്പിൾ ചെയ്തിട്ടുള്ളത് അവരുടെ ഡിസൈൻ കൊണ്ടും അവരെ ബിൽഡ് ക്വാളിറ്റി കൊണ്ടും അവരെ പ്രോഡക്റ്റ് സർവീസ് കൊണ്ടും എല്ലാം കൊണ്ടുമാണ് ആ ബ്രാൻഡിങ് കംപ്ലീറ്റഡ് ആയിട്ടുള്ളത്. ആൻഡ് ഇതേപോലെ തന്നെ നമ്മളെ ബ്രാൻഡിന് വേണ്ട കുറച്ച് എലമെൻസുകൾ മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ബിഹേവിയറൽ ബ്രാൻഡിങ്ങിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാണ്ട്, വിഷ്വൽ ഐഡൻറ്റിറ്റീൻ്റെ ഉള്ളിലുള്ള കുറേ കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാണ്ട്, ഇമേജസ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ഒരു ലോഗോ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആൾക്കാർ അതിനെ കാണുന്ന സമയത്ത് ഏത് രൂപത്തിലാണ് അത് കാണേണ്ടത്, അതിൻ്റെ ഒരു സൈസിങ് ആവട്ടെ, അതിൻ്റെ സ്കെയിൽ ആവട്ടെ, എല്ലാ രൂപത്തിലുള്ള എല്ലാ ആസ്പെക്റ്റിലും നമുക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കാണ്ട്. ആൻഡ് ഇപ്പം ഞാനൊരു ബ്രാൻഡിനെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു ബ്രാൻഡ്
എങ്ങനെയാണ് കംപ്ലീറ്റഡ് ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബ്രാൻഡിനെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ബ്രാൻഡായിട്ട് ഞാൻ കണക്ട് ചെയ്യുന്ന സമയത്ത് ആ ബ്രാൻഡിനെ എനിക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റണം, ആ ബ്രാൻഡിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റണം, ആ ബ്രാൻഡിനെ കുറിച്ചിട്ട് വേറെ ആൾക്കാരുടെ അടുത്ത് പറയാൻ പറ്റണം. അവിടെയാണ് ഞാനൊരു ബ്രാൻഡിനെ ഗ്രേറ്റ് ബ്രാൻഡ് എന്ന് പറയുന്നുണ്ടാവും.